പ്രാരംഭം മുതൽ നാം ഓർത്തൊരു വിഷയമുണ്ട്. നാം പുതുവർഷത്തിൻ്റെ ആദ്യത്തെ കർത്തൃദിവസത്തിലാണ് ആരാധിക്കാൻ കടന്നു എന്നുള്ളത്. എന്നാൽ അതോട് ചേർന്ന് ഞാനൊരു കാര്യം ഓർക്കുന്നു. ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. 2023 എന്നേക്കുമായി കടന്നുപോയി. ഈ ഒരു വർഷം നമ്മെ പോറ്റിപ്പുലർത്തിയ, നമ്മെ ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ പോറ്റിപ്പുലർത്തിയ ദൈവത്തിന് എല്ലാ നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ വർഷം മാറ്റപ്പെട്ടു. എന്നാൽ നമ്മെ ഓരോരുത്തരെയും ജീവനോടെ സൂക്ഷിച്ച, ശേഷിപ്പിച്ച ദൈവത്തിന് സകല സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പുതിയ വർഷത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന മഹോന്നതനായ ദൈവത്തിന് നാം പറഞ്ഞതുപോലെ, പാടിയതുപോലെ, ഓർത്തതുപോലെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ വലിയ ദയയോർത്ത്, നമ്മോട് കാണിച്ച മഹാദയയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞ് ഞാനെൻ്റെ ചുമതല നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. 117ാമത് കൺവെൻഷൻ 2023 ജനുവരി 1-ാം തീയതി കല്ലിശ്ശേരിയിൽ വെച്ച് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിപുരുഷ യോഗത്തിൽ 118ാമത് കൺവെൻഷൻ ഈ സ്ഥലത്ത് നടത്തുവാനായിട്ട് തീരുമാനമെടുത്തു. ഡേറ്റ് നാം ഓർത്തതുപോലെ ഡിസംബർ മാസം 27 മുതൽ 31 മുതൽ ജനുവരി 7 വരെ. ആ തീരുമാനം നടപ്പിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അനേക ദൈവമക്കൾ ഇവിടെ കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പിതാവായ ദൈവം നമുക്ക് ഒരുക്കിയ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനും ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കൺവെൻഷൻ നടത്തുക എന്നുള്ളത് ചെറിയൊരു വിഷയമല്ല. അതിന് പിറകെ വളരെ അധ്വാനം ആവശ്യമുണ്ട്. ഒരു വ്യക്തിയോ ഒരു കമ്മിറ്റിയോ മാത്രം തീരുമാനിച്ച് നടപ്പിലാക്കുന്നത് നല്ലത്. അനേക സ്ഥലങ്ങളിലുള്ള അനേക ദൈവമക്കൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, രാഷ്ട്രീയമായ അനിശ്ചിതത്വം ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട്. കാലാവസ്ഥയുടെ പ്രയാസം ഉണ്ടാകാവുന്ന സാഹചര്യം. എന്നാൽ ഇതിൽ നിന്നൊക്കെയും അനുകൂല വഴികൾ ഒരുക്കി നമ്മെ പരിപാലിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും വീണ്ടും അർപ്പിക്കുന്നു. ഈ കൺവെൻഷൻ നടത്തിപ്പിന് വേണ്ടി അനേക കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സമുചിതമായ ആലോചനകളും അഭിപ്രായങ്ങളും അതാസമയം ഒന്നിച്ചു ചേർന്ന് ചിന്തിപ്പാനും തീരുമാനമെടുക്കുവാനും തക്കവണ്ണം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ സന്തോഷത്തെ ഓർക്കുന്നു. യാതൊരു തരത്തിലുള്ള അപസ്വരമോ ഒന്നും ഉണ്ടാകാതെ ഏക മനസ്സോടെ, ഏകാത്മാവിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുകൊണ്ട് ദൈവം അനുകൂല വഴികളൊരുക്കി യാതൊരു തടസ്സവും ഉണ്ടാകാതെ ദൈവം സഹായിച്ചു. അനേക ദൈവമക്കൾ ഈ സ്ഥലത്ത് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹത്വകരമായ രക്ഷാവേലയുടെ ദൗത്യം ഇന്ന് രാവിലെയും നാം ഓർത്തു. ആ നിലയിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവം നൽകിയ സാഹചര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില നന്ദിയുടെ വാക്കുകൾ പറയേണ്ട ആവശ്യമുണ്ടല്ലോ. നാം കേട്ടതുപോലെ കഴിഞ്ഞ 8 ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ, നാം 12 പേരെ തീരുമാനിച്ചിരുന്നു. അതിലൊരാൾക്ക്, പ്രിയ സഹോദരൻ ഡാനിയൽ വർഗീസ് പുനലൂർ, ശാരീരികമായ പ്രയാസങ്ങളുള്ളതുകൊണ്ട് വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 11 സഹോദരന്മാർ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട തീമനുസരിച്ചുള്ള വളരെ മനോഹരമായ ഗൗരവമായ ചിന്തകൾ പകർന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദ ഫോൾ ഓഫ് മേൻ മുതൽ റാപ്ചർ വരെയുള്ള വിഷയങ്ങൾ നാം കൈകാര്യം ചെയ്തു. വിശ്വാസികൾ ജീവിതത്തിൽ പുലർത്തേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിച്ചു. ചൊവ്വാഴ്ച ദിവസത്തെ മിഷണറി മീറ്റിംഗ് നടന്നു. കേരളത്തിൽ നിന്നുള്ള 200ഓളം സഹോദരന്മാരും സുവിശേഷകന്മാരും, അതുകൂടാതെ കർണാടകയിൽ നാം ക്ഷണിച്ചതനുസരിച്ച് ഏകദേശം 50ലധികം സുവിശേഷകന്മാരും, ഒറീസ, ആസാം,
യു പി, ബീഹാർ, ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലുള്ള ചില സുവിശേഷന്മാരും കടന്നു വന്ന് ഒരാഴ്ചക്കാലം നമ്മോടൊപ്പം പാർത്തു. നമുക്കറിയാം, ആസാമിൽ നിന്ന് എത്തുക എന്നൊരു ചെറിയ വിഷയമല്ല. എന്നാൽ അവർ യാത്ര ചെയ്ത് ഇവിടെ വന്നു, നമ്മോടൊപ്പം പാർത്തു. പലപ്പോഴും അവരുടെ ഹിന്ദിയിലും ഒഡിയ ലാംഗ്വേജിലുള്ള പാട്ടുകൾ പാടുവാൻ, സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരുള്ള നന്ദി അറിയിക്കുന്നു. നാം കേട്ട വചനങ്ങൾ മറന്നു പോകാതെ ദൈവനാമത്തിന് തിരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതൊരു കൺവെൻഷൻ്റെയും അനുഗ്രഹത്തിന് കാരണം ഗാനശുശ്രൂഷയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദിവസവും 50 മിനിറ്റ് വീതം നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർ മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ പ്രാവശ്യം ഒരു തീരുമാനമെടുത്തിരുന്നു, കഴിവുള്ളിടത്തോളം പഴയ ഗാനങ്ങൾ പാടണം. നാം മറന്നു തുടങ്ങിയ ഗാനങ്ങൾ, തിരുശീലയ്ക്കപ്പുറം ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ എഴുതിയ ശ്രേഷ്ഠമായ ആരാധനാഗീതങ്ങൾ, ഉപദേശ സത്യങ്ങളെ കാണിക്കുന്ന ഗാനങ്ങൾ പാടുവാൻ തീരുമാനമെടുത്ത് അതനുസരിച്ച് വളരെ പഴയ പാട്ടുകൾ പാടുവാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം പുതിയ നമ്മുടെ ഇടയിലുള്ള മധ്യത്തിലുള്ള എഴുത്തുകാരുടെയും ഗാനങ്ങൾ പാടുവാൻ ദൈവം സഹായിച്ചു. അനേക ദിവസങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്തു. അത് വളരെ ഭംഗിയായി ചെയ്ത ഗായക സംഘത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കൺവെൻഷൻ മുൻപുള്ള ഒരാഴ്ച കൊട്ടക്കാലം നമ്മുടെ മധ്യത്തിലുള്ള സുവിശേഷങ്ങൾ ഒന്നിച്ചേർന്ന് 2 വാഹനങ്ങളിലായി ഓപ്പൺ എയർ മീറ്റിംഗ്സ്, ഹൗസ് വിസിറ്റിംഗ് നടത്തുമെന്നുള്ളതാണ്. കൺവെൻഷൻ തുടങ്ങുന്ന ആ ആഴ്ചയ്ക്ക് തൊട്ട് മുൻപുള്ള മൺഡേ മുതൽ സാറ്റർഡേ വരെ 125 സ്ഥലങ്ങൾ നമ്മുടെ സഹോദരന്മാർ 2 വാഹനങ്ങളിലായി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു, ഭവനങ്ങൾ സന്ദർശിച്ചു. ഒരു പ്രയാസവും ആ കാര്യം ഉണ്ടാകാതെ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അധ്വാനിച്ച കർത്താവിൻ്റെ ദാസന്മാരുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. നാം തീരുമാനിച്ചതുപോലെ കൺവെൻഷൻ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണ ക്രമീകരണം ചെയ്യുവാനും ദൈവം സാഹചര്യമൊരുക്കി. പുത്തൻകാവിലുള്ള പ്രിയ സഹോദരൻ തോമസ് കുട്ടി കൺവെൻഷൻ തുടങ്ങിയ സൺഡേ മുതൽ ഇന്ന് ഉച്ച വരെ 3 നേരവും ഭക്ഷണം ഒരുക്കി. അതൊരു ചെറിയ വിഷയമല്ല. 500, 1000, 1500, 2000 പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. വളരെ കൃത്യമായ നിലയിൽ അവർ ഭക്ഷണമൊരുക്കി. ഒരു പ്രയാസവും ഉണ്ടാകാതെ, യാതൊരു തരത്തിലുള്ള വൈഷമ്യങ്ങളും ആ കാര്യം നേരിടാതെ യഥാസമയം ഇവിടെ ഭക്ഷണം എത്തിച്ചു. ആർക്കും യാതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആ കാര്യം അധ്വാനിച്ച പ്രിയ തോമസ് കുട്ടി സഹോദരനുള്ള നന്ദി അറിയിക്കുന്നു. വളരെ അധ്വാനം അതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ നടക്കുന്ന ഈ സ്ഥലത്ത് ഉള്ള ഈ പന്തൽ, അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് സഹോദരൻ ബെന്നി ആൻഡ് ടീമാണ്. ആ പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ 8 ദിവസവും ഇലക്ട്രിസിറ്റിയും സൗണ്ട് സിസ്റ്റവും മുടങ്ങാതെ ക്രമീകരിച്ച പ്രിയ ജോസ്ലി സഹോദരനോട് നന്ദിയും അറിയിക്കുന്നു. ഈ സ്ഥലത്ത് വന്ന് ഈ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച അനേകർക്ക് പല കാരണങ്ങളും അതിന് കഴിയാതെ വന്നു. വളരെ ആഗ്രഹിച്ചിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ അവർക്ക് ദൂരെ ഇരുന്നു കൊണ്ട് ഈ കൺവെൻഷൻ്റെ എല്ലാ ഗാനശുശ്രൂഷകളിലും മെസ്സേജുകളും അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അത് ചെയ്ത് സഹായിച്ച ഇലന്തൂരിലുള്ള റിയാൻസ് ടീമിനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ സാമ്പത്തിക ആവശ്യം നിങ്ങൾക്കറിയാമല്ലോ. ചർച്ച് റിലേഷൻ കമ്മിറ്റി എന്നൊരു ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചുമതലയിൽ നമ്മുടെ സഹോദരന്മാരുടെ ഭവനങ്ങളിൽ 1 മാസക്കാലം വിസിറ്റ് ചെയ്യുവാനും ആ ഭവനങ്ങളിൽ പോയി അവരോട് ഈ കാര്യങ്ങൾ പറയുവാനും ഈ യോഗങ്ങൾക്ക് വരുവാൻ ഉത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ പറയുവാനും തക്കവണ്ണം ചുമതലയെടുത്ത ആ ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. അനേക കമ്മിറ്റിയുടെ പുറകിലുണ്ട്. ഫുഡ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി, പന്തൽ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കമ്മിറ്റി,
പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി, ഇങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരുമുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ആരുടെയും പേരുകൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിട്ടുപോയാൽ അതും വിഷമമുള്ള വിഷയമാണല്ലോ. അതിനേക്കാളൊക്കെ ഉപരി ഈ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം കുമ്പനാട് സഭാഹോളും മെസ്സുകളും പൂർണ്ണമായി സഭ വിട്ടുതന്നു. ഈ ഹോളിൽ അനേക പ്രിയപ്പെട്ടവർ താമസിച്ചു. അതുപോലെ ബെഥനി ബൈബിൾ സ്കൂളിന് ചുമതലപ്പെട്ടവർ 2 ആഴ്ചക്കാലം ബെഥനി ബൈബിൾ സ്കൂളിന് അവധി കൊടുത്ത് നമ്മുടെ ഇവാഞ്ചലിസ്റ്റിനെ അവിടെ താമസിപ്പാൻ തക്കവണ്ണം സൗകര്യം കൊടുത്തു. മേഴ്സി ഹോമിൻ്റെ അപ്പർ ഫ്ലോറിലും താമസ സൗകര്യം ക്രമീകരിച്ചു. പല പ്രിയപ്പെട്ടവരും അവരുടെ ഭവനങ്ങളിൽ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഭവനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ താമസിപ്പാൻ സൗകര്യം തന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാൾ ഉപരി നാം ഓർക്കുന്ന പോലെ മഹാനായ നോയൽ സാഹിബ് താമസിച്ചിരുന്ന ബംഗ്ലാവ്, നോയൽ ഗസ്റ്റ് ഹൗസ്, അവിടെയും നമ്മുടെ സഹോദരന്മാർക്ക് താമസിപ്പാൻ തക്കവണ്ണം സ്റ്റുഡൻ്റ് അസോസിയേഷൻ അനുവാദം തന്നു. അങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ കൂട്ടു സഹോദരന്മാർ കാണിച്ച സന്മനോഭാവത്തെ, ത്യാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റുഡൻ്റ് അസോസിയേഷനോടും അതുപോലെ സഭാ ഭാരവാഹികളോടും മറ്റ് പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കാർ പാർക്കിങ്ങിന് വേണ്ടി സൗകര്യം ഒരുക്കി തന്ന 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് കുമ്പനാട് ബ്രദറൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, അടുത്ത് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂൾ. നമുക്കറിയാമല്ലോ, ഈ പഴയ വഴി ഓർമ്മയുണ്ടായിരിക്കും. ആ വഴി വീതി കൂട്ടി 2 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള സൗകര്യം ദൈവം ഒരുക്കി തന്നു. അതിൻ്റെ പുറത്ത് അധ്വാനിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ റോഡ് വീതി കൂട്ടി മതിൽ പണിയുവാൻ തക്കവണ്ണം സ്റ്റുഡൻ്റ് അസോസിയേഷൻ ആണ് അതിൻ്റെ സാമ്പത്തിക സഹായം ചെയ്ത്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കിവിടെ വെള്ളം ലഭ്യ ബുദ്ധിമുട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം തീർന്നു പോയി. ബ്രദർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തിച്ചാണ് നാം വെള്ളം ഉപയോഗിച്ചത്. അതിന് അനുവാദം തന്ന ഉത്തരവാദപ്പെട്ട സഹോദരന്മാരുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നമ്മുടെ പ്രയത്നം കർത്താവിന് വേണ്ടിയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ എല്ലാ നിലയിലും സഹകരിച്ച എല്ലാ ദൈവമക്കളെയും, കമ്മിറ്റി അംഗങ്ങളെയും, സഹപ്രവർത്തകരെയും, കൂട്ടുവിശ്വാസികളെയും, മറ്റ് സഭാംഗങ്ങളെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പബ്ലിസിറ്റി ചെയ്ത സഹോദരന്മാരുണ്ട്. രാത്രിയിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇതിൻ്റെ ഫ്ലെക്സ് ഫിക്സ് ചെയ്യുകയും ബാനർ ഒട്ടിക്കുകയും ചെയ്ത ആ വളരെ ശ്രമകരമായ വേല ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരുള്ള നന്ദി അറിയിക്കും. ഇതൊന്നും കൂലി കൊടുത്ത് ചെയ്തതല്ല. നമ്മുടെ സഹോദരന്മാർ സ്വമനസ്സാലെ അവരുടെ സമയവും അധ്വാനവും അതിനുവേണ്ടി മുടക്കിയതാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന സഹോദരന്മാർക്ക് വേണ്ടി നന്ദി പറയുന്നു. അവരുടെ ഭാഷയിൽ പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഒറീസയും ആസാമും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മലയാളത്തിൽ തന്നെ അവരുടെ നന്ദി അറിയിക്കുന്നു. അവർ ഇന്നും നാളെയുമായിട്ട് മടങ്ങിപ്പോകും. കുറച്ച് പേർ മടങ്ങിപ്പോയി. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നമ്മോട് സ്നേഹം കാണിച്ച, കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായി ഇവിടെ വരുവാനും സഹകരിപ്പാനും മനസ്സ് കാണിച്ച ഇവാഞ്ചലിസ്റ്റ് ഫ്രം നോർത്ത് ഇന്ത്യ, അവരോട് നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷന് ഈ പാട്ടുപാടി ആശീർവാദം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള മെസ് ഹാളിൽ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. 2 ഫ്ലോർ നമുക്കുണ്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 4 കൗണ്ടേഴ്സുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ പ്രയാസമുള്ള പ്രായമുള്ളവർക്കായിട്ട് താഴത്തെ ഫ്ലോർ ഒഴിഞ്ഞു കൊടുക്കണം. ആരോഗ്യമുള്ളവരും യുവാക്കന്മാരായ സഹോദരന്മാർ ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. അവിടെ 3 കൗണ്ടേഴ്സുണ്ട്. അങ്ങനെ 7 കൗണ്ടറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാസമയം ഭക്ഷണം എടുക്കാനുള്ള സാവകാശമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. ആ കാര്യങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഉച്ചഭക്ഷണത്തിന് ശേഷം കമ്മിറ്റി അംഗങ്ങൾ വെയിറ്റ് ചെയ്യണം. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് ആഹാരശേഷം ഈ കൺവെൻഷൻ കമ്മിറ്റി അംഗങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം താല്പര്യപ്പെടുന്നു. എല്ലാ നിലയിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതിയും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ആരെങ്കിലും വിട്ടുപോയി മനഃപൂർവ്വമല്ല. എന്നാൽ ആ കാര്യം അവസാനം ഇനിയുള്ള ചില നോട്ടീസുകളുണ്ട്, അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയമുണ്ട്. ഇവാഞ്ചലിസ്റ്റ് അലക്സാണ്ടർ ജോണിൻ്റെ കൊച്ചുമകൾ ആൻ ലിയ സാം
ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഓർത്താണ്. ഹെർണിയയുടെ ഓപ്പറേഷൻ കോട്ടയം ESI ഹോസ്പിറ്റൽ ചെയ്യുന്നു. അതിനുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ മകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ചില നോട്ടീസുകളുണ്ട്. ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷ പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും. സ്ഥലം റഹബോത്ത് ബ്രദർ അസംബ്ലി കല്ലിശ്ശേരി. 12/1/2024 10 AM മുതൽ 12:30 PM വരെ പ്രവർത്തനങ്ങൾ. സ്ഥലം കല്ലിശ്ശേരി. 2024 ജനുവരി 13, 20 സാറ്റർഡേയിലും പ്രവർത്തനമുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുവെന്ന് ആ പ്രവർത്തനത്തിന് വേണ്ടി സഹോദരൻ സാമുവേൽ T. ഫിലിപ്പ്. ഒരു ബൈബിൾ ക്ലാസ് നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്രദർ അസംബ്ലി പുത്തൻകാവ്. ഡേറ്റ് 24 ജനുവരി 12, 13 and 14 വെള്ളി ശനി ഞായർ വൈകിട്ട് 6:30 മുതൽ 8:15 വരെ. 13-ാം തീയതി ശനി രാവിലെ 10 മുതൽ 11:30 വരെ, വൈകിട്ട് 6:30 മുതൽ 8:15 വരെ. 14/1/24 ഞായർ ആരാധന യോഗത്തിന് ശേഷം വചനശുശ്രൂഷ ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു K. ആലടി ആയിരിക്കും. ആത്മീയ സംഗമം 2024 കല്ലിശ്ശേരി. ജനുവരി മാസം 24-ാം തീയതി മുതൽ 27 വരെ കല്ലിശ്ശേരി BBC ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ആത്മീയ സംഗമം നടക്കുന്നതാണ്. അതിന് മുന്നോടിയായി ജനുവരി 22, 23 തീയതികളിൽ പരസ്യപ്രവർത്തനം ഉണ്ടായിരിക്കും. 25, 26, 27 തീയതികളിൽ രാവിലെ 9 മുതൽ 11 വരെ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി കർത്താവിൻ്റെ ദാസൻ VP പൗലോസ് രാമമംഗലം ക്ലാസ്സുകളെടുക്കുന്നതാണ്. ഈ മീറ്റിങ്ങിലേക്ക് നമ്മെ ക്ഷണിച്ചിരിക്കുന്നു MV ബാബു, സാമുവേൽ T. ഫിലിപ്പ് ആൻഡ് ജോബ് പാറയിൽ. 27ാമത് സംയുക്ത ബ്രദറൻ കൺവെൻഷൻ തെള്ളിയൂർ. ഡേറ്റ് ഫെബ്രുവരി 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ തെള്ളിയൂർ ബ്രദറൻ സഭാ ഹാളിൽ സമയമുള്ള കൺവെൻഷൻ ഗ്രൗണ്ടിൽ. പ്രസംഗകർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കോട്ടയം, വർഗീസ് കുര്യൻ അരിപ്പറമ്പ്, ജെയിംസ് M. തോമസ് നെടുമ്പാശ്ശേരി, എബി K. ജോർജ് മല്ലശ്ശേരി, ഫിലിപ്പ് കുട്ടി K. കുറ്റിക്കോണം. ഈ മീറ്റിങ്ങിൽ ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ SPS ഫണ്ടിൽ SPS പ്രവർത്തകരുടെ ഒരു ലെറ്റർ ലഭിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ സമയമില്ല. അവർ കൺവെൻഷൻ നടത്തുവാൻ ആവശ്യമായ സ്ഥലം വാങ്ങാൻ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. 50 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനുള്ള തീരുമാനമാണ്. 35 ലക്ഷം രൂപ അതിനാവശ്യമുണ്ട്. അതിനുള്ള എത്രയും വേഗം അത് വാങ്ങി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി 11 ലക്ഷം രൂപ കൂടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. സഹോദരന്മാർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു. വേറൊരു കൺവെൻഷൻ നോട്ടീസുള്ളത് കുണ്ടറ ബ്രദറൻ കൺവെൻഷൻ. ഡേറ്റ് ഫെബ്രുവരി 24 ഫെബ്രുവരി 15, 16, 17, 18 തീയതികളിൽ. സ്ഥലം കാരിക്കൽ ബ്രദറൻ സഭാ ഹാൾ. പ്രസംഗകർ മിസ്റ്റർ ജോൺ കുര്യൻ കോട്ടയം, ജോസ് മാത്യൂസ് മംഗലാപുരം. ബെഥനി ബൈബിൾ സ്കൂളിൽ ഒരു നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബെഥനി ബൈബിൾ സ്കൂൾ ആരംഭിച്ചത് 1949-ലാണ്. ഇപ്പോൾ 73ാമത് ബാച്ചിൻ്റെ ട്രെയിനിങ് നടന്നു വരുന്നു. സ്കൂളിൻ്റെ ആരംഭം, സ്ഥാപനം, ചരിത്രം തുടങ്ങിയവ അതിൻ്റെ ഒരു വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്ഥാപകരായ മെസ്സേഴ്സ് KG തോമസ് കോട്ടയം, PV ജോർജ് തിരുവല്ല, GL ഫൗണ്ടൻ ന്യൂസിലാൻഡ്, ആദ്യത്തെ സെക്രട്ടറി VT മത്തായി തുടങ്ങിയവരുടെ ഫോട്ടോ സഹിതമുള്ള ലേഖനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇത് ഓഡിറ്റോറിയത്തിലുള്ള കൗണ്ടറിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഓൺലൈനിൽ ലഭിക്കുവാനായിട്ടുള്ള ഒരു Gmail ID തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. SPS ബാലസംഘത്തിൻ്റെ 70th ആനിവേഴ്സറി പ്ലാറ്റിനം ജൂബിലി സമ്മേളനം നടന്നു കഴിഞ്ഞ മാസം. അതിനോട് ചേർന്ന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പീസ് പുറകിൽ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കൺവെൻഷൻ്റെ ചിലവിലേക്ക് ആർക്കെങ്കിലും കൂട്ടായ്മ കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാവകാശം ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ നാം അറിയുന്ന പോലെ ഓഡിറ്റോറിയത്തിൽ അനേക ബുക്ക് സ്റ്റാളുകളുണ്ട്. നമ്മുടെ ഇടയിൽ പബ്ലിഷ് ചെയ്ത് കോപ്പി തീർന്നത് വീണ്ടും റീപ്രിൻ്റ് ചെയ്ത ബുക്ക് സ്റ്റാളുകളും അനേകം മാസികകളുമുണ്ട്. അതിൻ്റെ വരിസംഖ്യ, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള സാവകാശമുണ്ട്. ആ കാര്യങ്ങളിൽ ദൈവമക്കൾ സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് തുടർന്ന് ഇപ്പോൾ ഒരു സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങളോട് പ്രാർത്ഥിക്കും. ബ്രദർ KM മാത്യു പ്രാർത്ഥിച്ചതിന് ശേഷം നാം എഴുതിട്ട് ഒരു ചില പാട്ടുപാടി നമ്മുടെ വചനശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. കർത്താവിൻ്റെ ഉദാഹരണം ജോൺ കുര്യനാണ് നമ്മോടൊപ്പം ഉള്ളത്.
40 മിനിറ്റ്സാണ് കൊടുത്തത്. അതുകൊണ്ട് ഏകദേശം 1:05 കൂടി നമുക്കിവിടെ മീറ്റിംഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ KM മാമൻ പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട OM ശമുവേൽ സാറിനെ പറ്റി വാക്ക് പറഞ്ഞില്ലല്ലോ. അനേക വർഷങ്ങൾ ഈ സ്ഥലത്ത് നമ്മോട് വചനം സൃഷ്ടിച്ച പ്രിയ OS ശമുവേൽ സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഈ വാർദ്ധക്യത്തിലും ബലഹീനാവസ്ഥയിലും നമ്മോടുള്ള സ്നേഹത്തെ ഓർത്ത് ഇവിടെ വരുവാനും നമ്മോടൊപ്പം ആയിരിക്കാനും ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സാറ് ആശീർവാദം പറയും. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു സമാപന ഗാനം പാടുകയും അതിനുശേഷം സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം ചെയ്യുന്നതുമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ പുത്രൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്ക് ഈ 8 ദിവസങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ കഴിഞ്ഞ 31-ാം തീയതി രാത്രി മുതൽ ഇന്ന് പകൽ ഈ സമയം വരെയും കഴിഞ്ഞ 8 ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ച ദൈവിക സാന്നിധ്യത്തിനും ഞങ്ങൾ അനുഭവിച്ച ദൈവിക അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദീർഘകാലങ്ങളായി നിൻ്റെ ജനം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ അനുഗ്രഹീതമായ മഹായോഗത്തിൻ്റെ അവസാന സമയത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾക്കൊരുമിച്ച് നൽകിയ ആത്മീയ സമ്മേളനങ്ങൾക്കായി, കൂടിവരവുകൾക്കായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഈ പന്തലിനുള്ളിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ തന്നെ കർത്താവേ, വളരെ അനുഗ്രഹകരമായ നിലയിൽ ഈ യോഗങ്ങൾ ആരംഭിക്കുന്നതിനും ഇന്നത് പര്യവസാനിക്കുന്നതിനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യോഗങ്ങളുടെ ക്രമീകരണങ്ങളെയൊക്കെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. എല്ലാത്തിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, യോഗങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച വിവിധ ഘടകങ്ങളുണ്ട്. അവയെല്ലാം കൂട്ടിയിണക്കി ഒരുമിച്ച് ചേർത്ത് കാര്യങ്ങളൊക്കെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന നിൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടൊക്കെ അവിടുന്ന് തീർത്തതിനായിട്ട് സ്തോത്രം. ഗായക സംഘത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ നീ അവരെ സഹായിച്ചു. കൺവെൻഷൻ്റെ അനുഗ്രഹങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ നീ അവരെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹീതരായ ദേവദാസന്മാരെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അവരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ കർത്താവെ നിരന്തരമായി ഈ പന്തലിനുള്ളിൽ അവിടുന്ന് കേൾപ്പിച്ചുകൊണ്ടിരുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിവിധ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചെയ്ത നിൻ്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നടന്ന എല്ലാ കുടിവരവുകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനം എന്ന നിലയിൽ സംയുക്ത ആരാധനയും ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കടന്നു വന്ന ദൈവജനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പന്തലിൻ്റെ കീഴിൽ ആയിരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെയും ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, എല്ലാത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്നും ഞങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്ന തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദാസനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവ് നൽകിയിട്ടുള്ള ആലോചന കർത്താവെ ഒട്ടും മറച്ചു വെക്കാതെ ഞങ്ങളോട് പങ്കുവെക്കുവാൻ നിൻ്റെ ദാസനെ സഹായിച്ചു കൊള്ളണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. കടന്നു വന്നവരായ ഞങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കാര്യങ്ങളെല്ലാം അവിടുന്ന് അനുകൂലമാക്കിയല്ലോ, എല്ലാത്തിനും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഓർപ്പിച്ചതായിട്ടുള്ള ചില വിഷയങ്ങളെയൊക്കെ ഞങ്ങൾ പിന്നെ ഓർക്കുന്നു. പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിവിധയിടങ്ങളിലുള്ള ദൈവമക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. രോഗികളായ ചില പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. അവർക്ക് ആശ്വാസവും സൗഖ്യവും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ വിവിധ സ്ഥലം സഭകളുടെ ചുമതലകളിൽ നടത്തപ്പെടുവാൻ പോകുന്ന സുവിശേഷ യോഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായി കർത്താവെ അത് അവിടുത്തെ വരവ് താമസിച്ചാൽ നടക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ സഭകളോട് ബന്ധപ്പെട്ട, കൺവെൻഷനുകളോട് ബന്ധപ്പെട്ട്, അതുപോലെ വ്യക്തികളോട് ബന്ധപ്പെട്ടൊക്കെയുള്ള വിവിധ ആവശ്യങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവിധ സുവിശേഷ പ്രവർത്തനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവയെല്ലാം അനുഗ്രഹകരമായി നടക്കുവാനിടയാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമം ഈ ദിവസങ്ങളിൽ ഇവിടെ മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. തുടർന്നും അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ അവിടുന്ന് അരുളി ചെയ്യണമേ. അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ ഇരുന്ന് ഞങ്ങളോടുള്ള ദൈവിക ആലോചന കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമം എല്ലാത്തിലൂടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് നോട്ട്സ് കൊടുക്കുന്ന ഒരു രീതി വർഷങ്ങളായിട്ടുണ്ട്. അത് ഈ വർഷം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം
നമ്മുടെ മെസ്സേജ് തന്ന ഒരു സഹോദരൻ, ഹീസ് ഫ്രം ബാംഗ്ലൂർ. മലയാളം അറിയാൻ വയ്യാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഇംഗ്ലീഷിലാണ് നമുക്ക് ലഭിച്ചത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി അത് എത്രയും വേഗം പബ്ലിഷ് ചെയ്ത് സഭകളിൽ എത്തിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. നമുക്കേവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ ആരോഗ്യം അനുവദിക്കുന്ന പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്കൊരു ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുമ്പോൾ, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ധടുധടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, ധടുധടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, പാരിൽ പാട്ടിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാട്ടിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം
കാണും നാം അന്നാളിൽ പ്രിയൻ മുൻമുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തെ സഹായിക്കുന്ന അനേക വിഷയങ്ങൾ നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരാഴ്ച നാം സ്പർശിക്കാത്ത വിഷയങ്ങൾ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചുമുള്ള ക്ലാസ്സുകളും സെമിനാറുകളും അതുപോലെ പ്രഭാഷണങ്ങളും ഇവിടെ നടന്നു. അതിൻ്റെ ഒരു സമാപനം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ സന്ദേശം ഇരിക്കുന്നത്. നാം എല്ലാം കേട്ടു, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല പ്രസംഗങ്ങളായിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു. സാങ്കുടിച്ചാൻ ഓർത്ത പോലെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. യാതൊരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഒരു നിലയിലും ഉണ്ടായില്ല. എല്ലാം ശുഭമായി. ഇനി നാം എന്ത് ചെയ്യാൻ പോകുന്നു? വാട്ട് ആർ വി ഗോയിങ് ടു ഡു അബൌട്ട് വാട്ട് വി ഹേർഡ്? നാം കേട്ട ഈ കാര്യങ്ങളെക്കുറിച്ച് നാം എന്ത് ചെയ്യാൻ പോകുന്നു? നാം കേൾക്കുന്ന കാര്യങ്ങൾ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ വർഷം തോറും 118 അല്ല, ഇതിനേക്കാളൊക്കെ അധികം കൺവെൻഷനുകൾ നടന്നാലും യാതൊരു പ്രയോജനവും പ്രത്യേകിച്ച് നമുക്കുണ്ടാകുകയില്ല. നമ്മൾ പാട്ട് എൻജോയ് ചെയ്യും, പ്രസംഗം എൻജോയ് ചെയ്യും, എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് ഇതുവരെ ജീവിച്ചതുപോലെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ യാതൊരു വ്യത്യാസവും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാക്കാൻ നാം തീരുമാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ആളുകളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകണം, നാം കൂടുതൽ ആത്മീയരായിത്തീരണം, ജീവിതങ്ങൾ ക്രമപ്പെടണം. അതിനുവേണ്ടിയുള്ള മനഃപൂർവമായ ഒരു പരിശ്രമം ദൈവം എന്നോട് ഈ ദിവസങ്ങൾ സംസാരിച്ചു. അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്താൻ പോകുകയാണ് എന്നുള്ള മനഃപൂർവമായ തീരുമാനവും അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പും നാം എടുത്തു വെക്കണം. അങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഒരു 100 വർഷം കൺവെൻഷൻ നടത്തിയാലും യോഗങ്ങൾ നടത്തിയാലും കാശ് ചെലവഴിക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും നമുക്കുണ്ടാകുകയില്ല. കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക. ഞാൻ അതിൻ്റെ ഒരു നല്ല ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ആരംഭിക്കുക. ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു വലിയ സമ്മേളനം നടന്നു. നമ്മുടെ സഹോദരന്മാരുടെയാണ്, കേരളത്തിന് വെളിയിലാണ്. ഞാനിവിടെ ഒരു പ്രസംഗകനായിരുന്നു. 5-6 ദിവസം വളരെ നല്ല ക്ലാസ്സുകളും മീറ്റിംഗും എല്ലാം നടന്നു. അതിൻ്റെ ഒടുവിലത്തെ ദിവസം സമാപനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ പ്രായത്തിലും അധ്വാനത്തിലും ഏറ്റവും ആദ്യം ആ പ്രദേശങ്ങളിൽ ചെന്ന് പ്രവർത്തിച്ച ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമെന്ന് അതിൻ്റെ MC പറഞ്ഞു. ഈ സഹോദരൻ മുമ്പോട്ട് വന്നു. ഞാനിവിടെ ഇരിപ്പുണ്ട്, മറ്റു പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഈ സഹോദരൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം ഈ ആഴ്ചയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരനുമായി, മറ്റൊരു സുവിശേഷകനുമായി ഫോണിൽ സംസാരിക്കാൻ പാടില്ലാത്ത നിലയിൽ ഞാൻ സംസാരിച്ചു. ഞാൻ ദേഷ്യപ്പെട്ടു. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ആ കാര്യം ക്രമപ്പെടുത്താതെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടായ കാര്യം പറയുക, കഥ പറയുകയല്ല, ഉദാഹരണം പറയുകയല്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യം പറയുക. ഏറ്റവും സീനിയറായിട്ടുള്ളൊരു സഹോദരൻ അവിടെ വെച്ച് തന്നെ മറ്റേ സഹോദരനുമായിട്ടുള്ള ആ കാര്യം തീരുകയും അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ആ യോഗം അവസാനിക്കുകയും ചെയ്തു. ഇതാ പ്രായോഗിക സ്റ്റെപ്പെന്ന് പറയുന്നത്. ദൈവം എന്നോട് സംസാരിച്ചു. ക്ഷമ ചോദിക്കേണ്ടവരോട് ഞാൻ ക്ഷമ ചോദിക്കാൻ പോകുകയാണ്. ശരിയാക്കേണ്ട ബന്ധങ്ങൾ ഞാൻ ശരിയാക്കാൻ പോകുകയാണ്. ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ ക്രമപ്പെടുത്താൻ പോകുകയാണ്. അത് തിയറിയല്ല, വാഗൊണ്ട് പറയുന്നതല്ല, പ്രാക്ടിക്കലി അതിന് വേണ്ട ചുവടുകൾ നാം എടുത്തു വെക്കുകയാണ്. ദൈവവചനത്തോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്ന അതാണ്.
ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയാണെങ്കിലും. നാം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജോഷുവ ചാപ്റ്റർ 24 വേഴ്സസ് 14 and 15. 24-ന്റെ 14-15 വാക്യങ്ങൾ. യോശുവ 24, 14, 15. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ 14. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മുടെ ഒരാഴ്ച കാലത്തെ വചന പഠനം, വചന ധ്യാനത്തിൻ്റെ ഒടുവിൽ, ദൈവശബ്ദം കേട്ടതിൻ്റെ ഒടുവിൽ നമുക്കെല്ലാവർക്കും ഇന്ന് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രമാണികളെ വിളിച്ച് സംസാരിക്കുകയാണ്. അതിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. 24-ാം അധ്യായത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശേഖേമിൽ കൂട്ടി അവരോട് സംസാരിക്കുകയാണ്. ജോഷുവാസ് ഫെയർവെൽ സ്പീച്ച് എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത്. യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗം ആദ്യം നേതാക്കന്മാരോട്, പ്രമാണികളോട്, പിന്നെ സർവ്വജനത്തോടും. ആ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഏകദേശം ഒടുവിലായിട്ടാണ് യോശുവ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്, ഒരു പ്രസ്താവന നടത്തുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിച്ചു കൊള്ളണം എന്നാണ് യോശുവ പറയുന്നത്. എന്തുകൊണ്ടാണ് യഹോവയെ സേവിക്കേണ്ടത്? 14-ാം വാക്യം എങ്ങനെ ആരംഭിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആകയാൽ, therefore, ആകയാൽ യഹോവയെ നിങ്ങൾ ഭയത്തോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ആകയാൽ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്തിനു സേവിക്കണം, എന്തുകൊണ്ട് സേവിക്കണം? വൈ ഷുഡ് വി സെർവ് ദിസ് ഗോഡ്? ഈ ദൈവത്തെ നാം എന്തുകൊണ്ട് സേവിക്കണം? അതിൻ്റെ കാരണങ്ങൾ, അനേക കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ അതിൻ്റെ കാരണം പറച്ചില്ല. സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ആ അധ്യായം പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി, നമുക്കിപ്പോൾ അതിനോട് സമയമില്ല. അവിടെ ദൈവം അബ്രഹാമിനെ വിളിച്ച സമയം മുതൽ അവരെ കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ച സമയം വരെയുള്ള സംഭവങ്ങൾ യോശുവ വിവരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തന്നെ പറയുന്നതായി ഫസ്റ്റ് പേഴ്സണിലാണത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ 3-ാം വാക്യം നോക്കുക. ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെന്ന് കൊണ്ടുവന്നു. 4-ാം വാക്യം, ഞാൻ യാക്കോബിന് കൊടുത്തു. പിന്നെ ഞാൻ സയീർ പർവ്വതം അവകാശമായി. 5-ാം വാക്യം, ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ചു. 6, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ പുറപ്പെടുവിച്ചു. 7, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തു. 8, ഞാൻ നിങ്ങളെ യോർദാനക്കര പാർത്തിരുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്നു. 8-ന്റെ നടുക്ക് ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. 10, ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. 11, ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടുന്നലിനെ അയച്ചു. 13, ഞാൻ നിങ്ങൾക്ക് തന്നു. ഏകദേശം 12 പ്രാവശ്യം ഞാൻ എന്ന് ദൈവം പറയുക. എന്തുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കണം? ഇത് പറഞ്ഞിട്ടാണ് 14-ാം വാക്യത്തിൽ യോശുവ പറയുന്നത്, therefore, അതുകൊണ്ട് യഹോവയെ സേവിക്കണം. അപ്പോൾ യഹോവയെ സേവിക്കുവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി.
കഴിഞ്ഞ കാലത്ത് ദൈവം നടത്തിയ വഴികൾ, അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ കനാൻ ദേശം കൈവശമാക്കി തന്ന ഈ സമയം വരെയുള്ള ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ പാടാറുണ്ട്, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. മറ്റൊരു പാട്ട് നമ്മൾ എപ്പോഴും പാടുന്നതാണ്, വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ. കഴിഞ്ഞ കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണമെന്ന് കാണുവാനും മനസ്സിലാക്കുവാനും. 24-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. പണിയാത്ത പട്ടണം തന്നു, ഉണ്ടാക്കാത്ത വീട് തന്നു, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളെ തന്നു, ഇതെല്ലാം തന്നു. ഇനി 23-14 നോക്കിക്കേ. അവിടെ പറയുകയാണ്, യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. എന്താ യോശുവ പറയുന്നത്? അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഈ അനേക അനുഭവങ്ങൾ കൂടെ, പ്രാതികൂല്യങ്ങളുടെ മധ്യത്തിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ, ശത്രുക്കളുടെ നടുക്കൂടൊക്കെ നടത്തി വിജയം നൽകി കനാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ പണിയാത്ത വീടുകൾ നിങ്ങൾ പാർക്കുകയാണ്. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ വായിച്ചത്, ദൈവം പറഞ്ഞ ഒരു കൽപ്പന പോലും, ഒരു കൽപ്പനയല്ല, വാഗ്ദത്തം പോലും താഴെ വീണു പോയില്ല. എല്ലാം നിവൃത്തിയായി, ഒരെണ്ണത്തിൽ പോലും വീഴ്ച വന്നില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. സകലവും ദൈവം നന്നായി ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ യഹോവയെ സേവിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളുടെ കാര്യമാണ് ഇവിടെ വായിച്ചത്. നമുക്കിന്ന് വിഷയം ഇസ്രായേൽ മക്കളുടെ കാര്യമല്ലല്ലോ, നമുക്കിന്ന് നമ്മുടെ വിഷയമാണ്. മുൻപേ ഒരു സഹോദരൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ 125 അല്ലെങ്കിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് മരച്ചുവട്ടിൽ ഇരുന്ന് ആരാധിച്ച് ആരംഭിച്ച ഒരു പ്രസ്ഥാനം കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുക. ദൈവം നടത്തിയ വഴികൾ, എന്തെല്ലാം പട്ടിണി, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം എതിർപ്പുകൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി, നമ്മുടെ ആളുകൾക്കുണ്ടായി. എന്നാൽ ഇന്നത്തെ നില നോക്ക്. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും താഴെ വീണില്ല. എല്ലാം നിറവേറി. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞത് അവർ വിശ്വസ്തരായി നിന്നുകൊണ്ട് അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അനേക തലമുറകൾ വരെ എല്ലാ നന്മകളും നൽകി. ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരു കുറവുമില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. ഭൗമികമായിട്ട് ഭൗമിക നന്മയാണ് ഏറ്റവും വലിയ നന്മ എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഭൗമിക നന്മയെ നമുക്ക് അവഗണിക്കാനും സാധിക്കുകയില്ല. ഞാൻ ഇന്നലെ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുവിശേഷകൻ്റെ കാര്യം ഇങ്ങനെ ഓർത്തു. അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. താൻ അടുത്ത വീട്ടിൽ റേഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത്, തൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല, ആ കിണറ്റിൻ്റെ കരയിൽ പോയി നിന്ന്, അയ്യോ എനിക്കിങ്ങനെ ഒരു റേഡിയോ ഉണ്ടായിരുന്നെങ്കിലെന്ന് വളരെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊരു സുവിശേഷം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നില എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പഠിച്ചു, മിടുക്കന്മാരായി, വിദേശത്ത് പോയി, അവരാത്മീകരായി തീർന്നു. അദ്ദേഹം വളരെ നല്ലൊരു വീട് പണിത് സുഖമായിട്ട് പാർക്കുന്നു. മറ്റൊരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഒരു കുടുംബം, നമ്മുടെ മധ്യത്തിലുള്ളൊരു കുടുംബം, അവർ വർഷങ്ങൾക്ക് മുമ്പ് യോഗത്തിന് വരുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. കീറിപ്പറിഞ്ഞ ഉടുപ്പിട്ട പിള്ളേർ, കണ്ടാൽ തോന്നും ഭിക്ഷക്കാരാണെന്ന്. അതുപോലാണ് അവർ യോഗത്തിന് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ പിള്ളേരും ആ മാതാപിതാക്കൾ ഉൾപ്പെടെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടി അവിടെ പോയി. ഇപ്പം നമ്മളെ വേണേ അവർ വിദേശത്ത് കൊണ്ടുപോകും. ആ നിലയിലാണ്. ഉള്ള കാര്യം പറയുക. ഞാൻ ഒന്നൊരു ഉദാഹരണം മനസ്സിൽ വന്നത് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നുള്ളതാണ്, അല്ലേ? കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടോ?
വലിയ വലിയ വീടുകൾ, മാളികകൾ, എന്തെല്ലാം കാറുകൾ നോക്കണം, എന്തെല്ലാം കാറുകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, നമുക്ക് എന്തെല്ലാം നന്മകൾ, ഭൗമിക നന്മകൾ എന്തെല്ലാം നമുക്ക് ദൈവം തന്നു. ഒരു കാര്യത്തിലും വീഴ്ച വന്നിട്ടില്ല. പക്ഷേ യഹോവയെ സേവിക്കുന്ന കാര്യത്തിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞ കാര്യത്തിൽ നാം ശരിയായിട്ടാണോ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഈ കൺവെൻഷൻ്റെ ഈ ഒടുവിലത്തെ നിമിഷങ്ങൾ നമുക്കൊന്നിടയായിരുന്നെങ്കിൽ. അപ്പോൾ എന്തിനു സേവിക്കണമെന്നുള്ളതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വൈ ഷുഡ് വി സെർവ് ഗോഡ്? അവൻ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മെ നടത്തി. അവൻ്റെ വാഗ്ദത്തം ഒന്നും താഴെ പോയില്ല, നിഷ്ഫലമായി പോയില്ല. പണിയാത്ത വീടുകൾ, നടാത്ത മുന്തിരിത്തോപ്പുകൾ അവൻ നമുക്ക് നൽകി. സകല നന്മകളും നൽകി നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിച്ചു. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവത്തെ എങ്ങനെ സേവിക്കണം, എന്തിനു സേവിക്കണമെന്നാണ് ഇതുവരെ പറഞ്ഞത്. കഴിഞ്ഞ കാലത്ത് അവൻ വളരെ ഉപകാരങ്ങൾ ചെയ്ത് നമ്മെ രക്ഷിച്ച് ആത്മീയമായും ഭൗമികമായും സകല നിലകളിലും അനുഗ്രഹിച്ചതുകൊണ്ട് നാം അവനെ സേവിക്കണം. ഇനി അടുത്ത ഒരു ചോദ്യം, എങ്ങനെ സേവിക്കണം? ഹൗ ഷാൽ വി സെർവ് ദിസ് ഗോഡ്? വൈ ഷുഡ് വി സെർവ് ദിസ് ഗോഡ്? അതിന് ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹൗ ഷാൽ വി സെർവ് ദിസ് ഗോഡ്? ഈ ദൈവത്തെ എങ്ങനെ സേവിക്കണം? അതും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 14-ാം വാക്യത്തിലുണ്ട്, യഹോവയെ ഭയപ്പെട്ട്, പിന്നെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 24-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ദൈവം അവരെ നടത്തിയ വഴികൾ പറഞ്ഞിരിക്കുന്നത്. 23-ന്റെ 6-ാം വാക്യത്തിലുണ്ട്, ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിങ്ങൾ സേവിക്കണം. 7-ാം വാക്യത്തിലുണ്ട്, ജാതികളോട് ഇടകലരാതെ അന്യദേവന്മാരെ സേവിക്കാതെ നിങ്ങൾ യഹോവയെ സേവിക്കണം. 11-ാം വാക്യത്തിലുണ്ട്, യഹോവയെ പൂർണ്ണ മനസ്സോടെ ജാഗ്രതയോടെ സേവിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്തുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കണം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ ഈ ദൈവത്തെ സേവിക്കണം? എങ്ങനെയും സേവിച്ചാൽ പോരാ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണം. പിന്നെ പരമാർത്ഥതയോടെ സ്നേഹിക്കണം, വിശ്വസ്തയോടെ സ്നേഹിക്കണം, വചനത്തിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ സേവിക്കണം, ജാതികളോട് ഇടകലരാതെ സേവിക്കണം, അവരുടെ ദേവന്മാരെ സേവിക്കാതെ സേവിക്കണം, ദൈവത്തെ സേവിക്കണം. പിന്നെ പൂർണ്ണ മനസ്സോടും ജാഗ്രതയോടും കൂടെ സേവിക്കണം. ഇങ്ങനെയാണ് ഈ ദൈവത്തെ സേവിക്കേണ്ടത്. കേവലം യോഗത്തിന് വന്നുകൊണ്ടായില്ല, ദൈവവേലയ്ക്ക് കുറച്ച് കാശ് കൊടുത്തുകൊണ്ടായില്ല, കൺവെൻഷൻ നടത്തിക്കൊണ്ടായില്ല, കുറച്ച് പ്രവർത്തനം ചെയ്തുകൊണ്ടായില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ദൈവത്തെ സേവിക്കേണ്ടത്. ഇനി നാം വായിച്ചതിൻ്റെ താഴോട്ടുള്ള 1-2 വാക്യം കൂടെ നമ്മൾ വായിക്കാൻ പോവുക. 15-ന്റെ ഒടുവിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു. നിങ്ങളിനി 18-ാം വാക്യം ഒന്ന് നോക്കിയേ. അതിൻ്റെ ഒടുവിൽ ഇസ്രായേൽ മക്കൾ പറയാണ്, ഞങ്ങളും യഹോവയെ സേവിക്കും. ഇനി അതിൻ്റെ 19-20 വായിച്ചേ. ഇസ്രായേൽ മക്കൾ പറയാണ്, നീ പറഞ്ഞ പോലെ ഞങ്ങളും യഹോവയെ സേവിക്കും. ഇനി 19-20 വായിച്ചു കേൾക്കണേ. യോശുവ ജനത്തോട് പറഞ്ഞത്, ഞങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുൻപേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ദൈവം നന്മ ചെയ്ത ദൈവമാ. അത് കേട്ട് ജനം പറയാണ്, ഞങ്ങളും യഹോവയെ സേവിക്കും. നല്ല തീരുമാനമല്ലേ? ഞാൻ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളും വി ഓൾസോ വിൽ സേവ് ദ ലോർഡ്. എത്ര നല്ല തീരുമാനമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ യോശുവ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല.
അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ ഇനി മുതൽ ദൈവത്തെ സേവിക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ യോശുവ പറയാ, ഇല്ലല്ല, നിങ്ങൾക്ക് ദൈവത്തെ ഒന്നും സേവിക്കാനൊക്കെയില്ല. സെപ്റ്റുവജൻ്റ് ഭാഷാന്തരത്തിൽ ആ വാക്യം ഡബിൾ നെഗറ്റീവ് ആണ് നോട്ട് എന്നുള്ളത്. അതായത് യു കനോട്ട് സെർവ് ഗോഡ്, യു കനോട്ട്, ആബ്സല്യൂട്ട്ലി നോട്ട് എന്നാണ് സെപ്റ്റുവജൻ്റിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഒരു നിലയിലും നിങ്ങൾക്ക് സേവിക്കാൻ പറ്റുകയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു, ജനം പറഞ്ഞു ഞങ്ങളും സേവിക്കും. അപ്പോൾ യോശുവ എന്താ പറയണ്ടേ? വളരെ നല്ല കാര്യം, അതാ വേണ്ടിയത്. പക്ഷേ യോശുവ പറയാ, നിങ്ങൾക്ക് ഒരു നിലയിലും, ആബ്സല്യൂട്ട്ലി നോട്ട്, യു കാനോട്ട് സെർവ് ദിസ് ഗോഡ്. ഈ ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കാൻ ഒക്കുകയില്ല. അതെന്താ ഈ ദൈവത്തെ സേവിക്കാൻ ഒക്കുകയില്ലാത്ത? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവൻ നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുകയില്ലെന്ന്. അയ്യോ, അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വേദപുസ്തകം മുഴുവൻ പറയുന്നത് എന്താ? അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്ന ദൈവം, പുതിയ നിയമത്തിൽ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുന്ന ദൈവം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യോശുവ പറയാണ്, നിങ്ങൾക്ക് ഈ ദൈവത്തെ സേവിക്കാനും ഒക്കെയല്ല, ഈ ദൈവം നിങ്ങളുടെ പാപം ക്ഷമിക്കുകയുമില്ല. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ആ പറയുന്നതിന് അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. കാരണം അതിനകത്ത് വളരെ വലിയ ഒരു സന്ദേശമുണ്ട്. ഇവര് യോശുവ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ യോശുവയുടെ പ്രസംഗം കേട്ട് എക്സൈറ്റഡായി, ഇമോഷണലായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതാണ്, ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞത്. യോശുവയ്ക്ക് അത് മനസ്സിലായി. അപ്പോൾ യോശുവ പറയാണ്, എളുപ്പത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ, നിങ്ങളുടെ ജീവിതശൈലി ശരിയാക്കാതെ നിങ്ങൾക്ക് ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയുകയില്ല. ജോഷുവ ഈസ് വാർണിംഗ് ദം അഗൈൻസ്റ്റ് ലൈറ്റ്ലി മെയ്ഡ് ആൻഡ് ഈസിലി ബ്രോക്കൺ കമ്മിറ്റ്മെൻറ്റ്. ലാഘവമായിട്ട് ദൈവത്തെ സേവിക്കാമെന്ന് പറഞ്ഞത്, അത് പറഞ്ഞിട്ട് നാളെ ബ്രേക്ക് ചെയ്യാനാണെന്ന് യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത് നിങ്ങൾക്ക് സേവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവർ പറഞ്ഞതിനെക്കുറിച്ച് യോശുവയ്ക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? യോശുവ പറയാണ്, നിങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, ഈ ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത നിലയിൽ നിങ്ങൾ തുടർന്ന് ജീവിക്കുകയും അതേസമയം നിങ്ങൾ സേവിക്കുകയും ചെയ്യുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. അതാ ഒക്കുകയെന്ന് പറഞ്ഞേ. പിന്നെ താഴെ പറയാണ്, ഈ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദിസ് ഇസ് എ ജലസ് ഗോഡ്. തീഷ്ണതയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും പ്രതിഷ്ഠിക്കുവാൻ അനുവദിക്കാത്ത ദൈവം. ദൈവത്തിൻ്റെ സ്ഥാനം വേറെ ആർക്കും, അവൻ്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവം. അതാണ് തീഷ്ണതയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾ അന്യോന്യം ബഹുമാനം വാങ്ങിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം വേറെ പലതിനും കൊടുക്കുകയും ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് നടക്കുകയില്ല. ഇത് രണ്ടും കൂടെ നടക്കുകയില്ലെന്നാണ് യോശുവ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇവർ ദൈവത്തെ സേവിക്കരുതെന്നല്ല. ഇവർ ദൈവത്തെ സേവിക്കാനാണ് യോശുവ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി താഴോട്ട് നിങ്ങൾ വായിച്ചാൽ അവരുടെ ഇടയിൽ ഇപ്പോഴും അന്യദൈവങ്ങളുണ്ട്. 23-ാം വാക്യം നോക്കിയേ. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവമായ യഹോവയിങ്കലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ. അങ്ങനെ ചെയ്യാതെ ഈ ദൈവത്തെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അന്യദൈവങ്ങളുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഇന്ന് നിങ്ങൾ മറ്റു പലതിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ കൂടെ അല്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വേറെ ഏതാണ്ടൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഇത് നടക്കുകയല്ല. പിന്നെ ദൈവം ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അനുദപിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ക്ഷമിക്കുകയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഓ, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്ന്. ദൈവം നമ്മുടെ ആളല്ലേ, നമ്മുടെ അടുത്ത ആളല്ലേ, ഞങ്ങൾ ദൈവത്തിന് ജനമല്ലേ, ഇതൊക്കെ ചെയ്താലൊന്നും സാരമില്ല, അതൊക്കെ ദൈവം ക്ഷമിച്ചോളും, രക്ഷയൊന്നും നഷ്ടപ്പെടുകയില്ല, ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, എത്ര വലിയ കാര്യം വല്ലതുമാണോ എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ സ്ഥിതിയാണോ? ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ എത്ര നല്ല കാര്യമാണ്. പക്ഷേ യോശുവ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് പറയാണ്, നിങ്ങൾ ദൈവത്തെ സേവിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരാകണം. യു നീഡ് ടു ബി റിമൈൻഡഡ് ഓഫ് ഗോഡ്സ് ക്യാരക്ടർ. യോശുവ അവരോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നത് അവൻ പരിശുദ്ധ ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സേവിക്കാൻ കഴിയാത്തത്. അതെന്താ പരിശുദ്ധ ദൈവമാണെങ്കിൽ സേവിക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധിയില്ല. പരിശുദ്ധമായി ജീവിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, ജീവിതത്തിൽ വിശുദ്ധിയില്ല. എന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന്. ഇത് രണ്ടും കൂടെ നടക്കുകയില്ല. ഇതാ യോശുവ പറഞ്ഞത്. താഴെ പിന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ വേറൊരു സ്വഭാവം, അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ ഒന്നാം സ്ഥാനം കൊടുക്കാതെ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കാതെ, മറ്റു കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവനെ കൂടെ പ്രതിഷ്ഠിച്ച് സേവിക്കാനാണ് നിങ്ങളുടെ ഭാവമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുകയില്ല. മറ്റ് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഈ ദൈവത്തെ കൂടെ സേവിക്കാനൊക്കെയില്ല. നിങ്ങളുടെ വീട്ടിൽ അന്യദേവന്മാർ ഒളിച്ചിരിപ്പുണ്ട്, എനിക്കതറിയാം. 23-ാം വാക്യത്തിൽ അതാ പറഞ്ഞ്, നിങ്ങളുടെ ഇടയിൽ അന്യദേവന്മാരുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഈ തീഷ്ണതയുള്ള ദൈവത്തെ സേവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്നുണ്ടല്ലോ, പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പാതി ഹൃദയത്തോടെ ഏകിടുന്ന ദേവസേവയെ പരൻ സ്വീകരിക്കിട. എൻ്റെ സൗരസ്വന്മാരെ, ദൈവത്തെ സേവിക്കുക എന്ന് തീരുമാനിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് ആ തീരുമാനത്തോട് വേണം ഇവിടുന്ന് പോകാൻ. പക്ഷേ ആ തീരുമാനത്തോടെ നാം പോകുമ്പോൾ ദൈവത്തിൻ്റെ ഈ രണ്ട് സ്വഭാവം ഓർത്ത് വേണം തീരുമാനം ചെയ്യാൻ. എന്താ അത്? ദൈവം പരിശുദ്ധ ദൈവമാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സാൻമാർഗിക ജീവിതത്തിൽ, പണമിടപാടുകളിൽ, ബന്ധങ്ങളിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി പാലിച്ച് ജീവിക്കുവാനുള്ള സമർപ്പണമുണ്ടെങ്കിലേ ദൈവത്തെ സേവിക്കുമെന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ 100 പ്രാവശ്യം അത് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി പാലിക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ നോട്ടത്തിൽ, നീ കാണുന്ന കാര്യങ്ങളിൽ, നീ കേൾക്കുന്ന കാര്യങ്ങളിൽ, നിന്റെ TV കാഴ്ചയിൽ, നിന്റെ ഫോൺ കാഴ്ചയിൽ, നിന്റെ ബന്ധങ്ങളിൽ വിശുദ്ധി പാലിക്കാൻ നീ തയ്യാറാണോ? എങ്കിലേ ഈ ദൈവത്തെ സേവിക്കാൻ ഒക്കൂ. രണ്ടാമത് പറയാണ് അവൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം തൻ്റെ മഹത്വം വേറെ ആരുമായിട്ടും പങ്കിടുകയില്ല. നാം അന്യോന്യം മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ നിനക്ക് മഹത്വം തരാം, നീ എനിക്ക് മഹത്വം തരിക. നീ എന്നെ വലിയവനാക്കുക, ഞാൻ നിന്നെ വലിയവനാക്കാം. നീ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഞാൻ നിന്നെക്കുറിച്ച് നല്ലത് പറയണം. ഇതാണ് നമ്മുടെ മനോഭാവമെങ്കിൽ ഈ ദൈവത്തെ സേവിക്കാനൊക്കെയില്ല. കാരണം മഹത്വം 100% നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും, നമ്മുടെ പ്രവർത്തനത്തിലും, കൺവെൻഷനിലും, പ്രവർത്തനങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും 100% മഹത്വം ദൈവത്തിനായിരിക്കണം. അതല്ലാതെ കേവലം വാഗൊണ്ട് ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊരു കാര്യം യോശുവ പറഞ്ഞത്, ദൈവം അതൊക്കെ ക്ഷമിച്ചോളും, അതൊന്നും സാരമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ ദൈവം ക്ഷമിച്ചോളും, ദൈവം നമ്മുടെ അടുത്ത ആളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ നടന്നാൽ ദൈവം ക്ഷമിക്കയില്ല, അവൻ നിങ്ങളെ ശിക്ഷിക്കും. ഇവിടെ യോശുവ പറഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾക്കറിയാം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപകടം, ദൈവഭയമില്ല. ദൈവത്തെ ഭയമില്ല. ദൈവം നമ്മുടെ അടുത്ത ആളല്ല, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ഒരു സഭാ-ഹാളിൻ്റെ മുമ്പിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ടായിരുന്നു, ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ അയാൾ എന്നും അവിടെ നിൽക്കും. അവിടെ വരുന്ന പിള്ളേരുമൊക്കെ ആയിട്ട് അയാൾ കമ്പനിയാണ്. നമ്മുടെ പിള്ളേരുമൊക്കെ അയാൾ കൈ കാണിക്കുകയും ടാറ്റ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ആ സഭയിലെ ഒരു സഹോദരി കുഞ്ഞിനോട് പറഞ്ഞു, യോഗത്തിന് വന്ന് മിണ്ടായിരുന്നില്ലെങ്കിൽ ആ പോലീസുകാരനോട് ഞാൻ പറയും. അപ്പോൾ ആ കൊച്ചു പറയുക പോലീസുകാരൻ എൻ്റെ ഫ്രണ്ടാണ്. പോലീസുകാരനോട് പറയുന്നു, ഞാനും ആ പോലീസുകാരനുമായിട്ട് ഫ്രണ്ടാണ്. ഇതാ ഇപ്പം നമ്മൾ പറഞ്ഞു, ദൈവമോ? ദൈവം നമ്മുടെ ഫ്രണ്ടല്ലേ, പിതാക്കന്മാരുടെ ദൈവം. എത്ര വർഷമായി ദൈവത്തെ സേവിക്കുന്നു, ഈ ദൈവത്തിൻ്റെ നാമത്തിൽ എന്തെല്ലാം ചെയ്യുന്നു. ദൈവം നമ്മുടെ അടുത്ത ഫ്രണ്ടല്ലേ. ഈ ദൈവത്തെ ഭയപ്പെടുന്നതിനാ? ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു.
നമ്മൾ സംശയിക്കും, ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് മൂക്കത്ത് കൈവച്ച് ചോദിച്ചു പോകുന്ന അനുഭവമാണ് അനേക സ്ഥലങ്ങളിലുണ്ട്. ഞാനീ പറയുന്നതെല്ലാം ശരിയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതാ സംസാരിക്കുന്നതെന്നും എനിക്കറിയാം. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്ന പോലെ, അതിപരിചയം ആപത്ത് വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, ചെറുപ്പം മുതൽ ഈ ദൈവത്തെ അറിയാം, പാട്ടറിയാം, പ്രസംഗം അറിയാം, ഭാഷയറിയാം, ആരാധനയ്ക്ക് എന്താ പറയേണ്ടതെന്നറിയാം, വേർഡിങ് അറിയാം, സത്യത്തിലും ആത്മാവിലും എന്നറിയാം, ന്യൂ ടെസ്റ്റ്മെന്റ് പാറ്റേൺ എന്നറിയാം, പിതാക്കന്മാരുടെ ഉപദേശം എന്നറിയാം, കറതീർന്ന ഉപദേശം എന്നറിയാം. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പേടി പോയി. കൂട്ട സഹോദരനെതിരെ ഒരു വാക്ക് പറയാൻ യാതൊരു പേടിയുമില്ല. എന്തും എഴുതിവിടാൻ ഒരു പേടിയുമില്ല. ആരെക്കുറിച്ചും എന്തും പറയാൻ ഒരു പേടിയുമില്ല. അവരും ആരെയാണ് സേവിക്കുന്നത്? യഹോവയെ സേവിക്കുക. ഞാനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാനൊന്ന് പറയുന്നത് എന്നോട് ക്ഷമിക്കണം. വലിയ സന്തോഷത്തോടെ അല്ല പറയുന്നത്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ പോരാ, മൂപ്പൻ, സഭയിലെ മൂപ്പൻ മറ്റൊരാളുമായിട്ടൊരു കേസ് നടത്തുക, അനേക വർഷങ്ങളായിട്ട് നടക്കുക. ആ കേസിന് ഇതുവരെ ചെലവഴിച്ച തുക, ഇത് വേറെ ആരും പറഞ്ഞല്ല, ആ വീട്ടുകാർ തന്നെ പറഞ്ഞ, അതുകൊണ്ട് ഫസ്റ്റ് ഹാൻഡ് നോളജാണ് കേട്ടോ, ആ വീട്ടുകാർ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതുവരെ കേസിന് ചെലവഴിച്ച തുക ഉണ്ടെങ്കിൽ 6 മാസം വടക്കേന്ത്യയിലുള്ള നമ്മുടെ എല്ലാ സുവിശേഷകന്മാരെയും പോറ്റാം. തുക പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതുകൊണ്ട് ഞാൻ കൃത്യം പറയുന്നില്ല, ഞാൻ കൃത്യം മറന്നും പോയി. പക്ഷേ വലിയ തുകയാണ്. എന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണെന്നറിയാമോ? കുറച്ച് നാൾ മുമ്പ് ഒരാൾ വിട്ടുകൊടുക്കുകയില്ല. ഇത് ജയിച്ചിട്ടല്ലാതെ വിട്ടുകൊടുക്കുകയില്ല. സഭയിലെ മൂപ്പനാണ്. ആ മൂപ്പനോട് ചോദിച്ചേ, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നതെന്ന്? എന്താ പറയും? ഞാൻ എൻ്റെ ബാലിനെയാണോ സേവിക്കുന്നത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. ഞാനും കുടുംബവും യഹോവയാ സേവിക്കുന്നത്. പുതിയ നിയമം മാതൃകയാ, പിതാക്കന്മാരുടെ ഉപദേശമാണ് പിടിച്ചിരിക്കുന്നത്, ദൈവവഴിയിലാണ് ഞങ്ങൾ നടക്കുന്നത്, യഹോവയാ സേവിക്കുന്നതെന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമം കെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞ പോലെ, ഒരു ദൈവദാസൻ്റെ കാര്യം പറഞ്ഞ പോലെ, ക്രമപ്പെടുത്തുവാൻ നാം മനസ്സ് വെക്കണം. എങ്കിലേ യഹോവയെ സേവിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ യഹോവയെ സേവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ താഴെ യോശുവ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം യഹോവയെങ്കിലേക്ക് ചായ്ക്കണം എന്ന് പറഞ്ഞാൽ, ബാഹ്യമായിട്ട് യഹോവയെ സേവിച്ചുകൊണ്ട് കാര്യമില്ല, എക്സ്റ്റേണൽ പ്രൊഫഷൻ കൊണ്ട് കാര്യമില്ല. നിന്റെ ഭക്തി ഇൻറ്റേർണൽ ആയിരിക്കണം, നിന്റെ ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം നിന്റെ ഭക്തി. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് മനുഷ്യരുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും നന്ദി കെട്ടവരൊക്കെ പറഞ്ഞിട്ട് താഴെ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ഇതൊക്കെ ആണേലും അവർക്ക് എന്തുണ്ട്? ഭക്തിയുടെ വേഷം. ദ്രവ്യാഗ്രഹിയ, പക്ഷേ ഭക്തിയുടെ വേഷമുണ്ട്. ഭയങ്കര ഭക്തിയുടെ വേഷമാണ്. സ്ത്രീധനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇത് മുഴുവൻ മാറും, പ്രസംഗവും മാറും, ബാക്കിയെല്ലാം മാറും. സ്ത്രീധനത്തിന് വേണ്ടി വഴക്കിടാൻ മടിക്കാത്ത എത്രയോ വിശ്വാസികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷെ പറയുന്നത് ഞങ്ങൾ യഹോവയെ സേവിക്കുക എന്നാണ്. യോശുവ പറഞ്ഞത് നടക്കുകയല്ല. അതാ യോശുവ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ തിമോത്തിയോസിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദ്രവ്യാഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കും. സ്വസ്നേഹിയായിരിക്കും പക്ഷേ ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കും. നന്ദി കെട്ടവനാ പക്ഷെ എന്തുണ്ട്? ഭക്തിയുടെ വേഷമുണ്ട്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. അതേസമയം ഈ പറഞ്ഞ ഒരു 18-19 കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ നിന്ന് എണ്ണി നോക്കിയാൽ. അതെല്ലാം ജീവിതത്തിലുണ്ട്. അതുള്ളപ്പോൾ തന്നെ അമ്മയപ്പന്മാരെ അനുസരിക്കുകയില്ല, വാത്സല്യമില്ല, നന്ദിയില്ല, പണസ്നേഹമാണ്, ദൈവസ്നേഹമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭക്തിയുടെ വേഷമുണ്ട്. യോശുവ പറയുക, ഈ ദൈവത്തെ സേവിക്കണമെങ്കിൽ രണ്ടുകൂടെ നടക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചായണം. വാഗൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങളും സേവിക്കുമെന്ന് പറഞ്ഞു. ഒരു കഥയുമില്ല കേട്ടോ. നിങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചായ്ക്കണം. നിങ്ങളുടെ ഭക്തി ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. ബാഹ്യമായ ഭക്തി കാണിച്ചത് കൊണ്ടായില്ല. നമുക്കറിയാം,
ബാഹ്യമായിട്ട് ഭക്തി കാണിക്കുകയും ഉള്ളിൽ ഭക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കപടഭക്തി എന്ന് പറയുന്നത്. പ്രിറ്റൻസ്, നടനം. പുറമേ ചിലതുണ്ട്, പക്ഷെ അകത്ത് ഇല്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുതിയ നിയമസഭയിലെ ആദ്യത്തെ പാപം ഏതാ? സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 മിനിറ്റ് ഞാൻ തരിക ഒന്ന് ചിന്തിക്കാൻ. എല്ലാവരും ഒന്ന് ചിന്തിച്ചേ. പുതിയ നിയമസഭയിലെ റെക്കോർഡ് ചെയ്ത ആദ്യത്തെ പാപം. വാട്ട് ഇസ് ദ ഫസ്റ്റ് റെക്കോർഡഡ് സിൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്? കള്ളുകുടിക്കലാണോ? മദ്യപാനമാണോ? അസന്മാർഗത്വമാണോ? കേസാണോ? വഴക്കാണോ? പുതിയ നിയമത്തിലെ ആദ്യ പാപം, പുതിയ നിയമസഭയിലെ ആദ്യ പാപം പ്രവൃത്തികളുടെ 5-ാം അധ്യായത്തിലുണ്ട്. എന്താണെന്നറിയാമോ? 2 പേര് വളരെ ഭക്തി നടിച്ചു. അയ്യോ, ഞങ്ങൾക്കുള്ളതെല്ലാം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക, ഞങ്ങൾ വിറ്റ് പെറുക്കി മുഴുവൻ ദൈവത്തിന് കൊടുക്കുക. അങ്ങോട്ട് ചെന്നപ്പോൾ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എങ്ങനെ? പുറമേ സ്തോത്രകാഴ്ച ഇട്ടത്, കെട്ടുകണക്കിനാ നീ സ്തോത്രകാഴ്ച ഇട്ടത്, അല്ലെങ്കിൽ സഭയെ കൊണ്ട് കൊടുത്തത്. കാരണം സ്ഥലം വിറ്റ് മുഴുവൻ കൊടുക്കുകയില്ലയോ? എന്തൊരു വലിയ തുകയാ, ചാക്കിലാ കാശ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഭക്തി എന്താ? പക്ഷേ പത്രോസ് ചോദിച്ചു, നിന്റെ ഹൃദയം സാത്താൻ കൈവശപ്പെടുത്തിയത് എങ്ങനെ? എൻ്റെ സൗരസോന്മാരെ, ദൈവം നമ്മോട് ചോദിക്കുന്നതാണ്. പുറമേ മീറ്റിങ്ങും കൺവെൻഷനും പാട്ടും എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുള്ളൊക്കെ നടക്കട്ടെ, നല്ല കാര്യങ്ങളാണ്, അതൊന്നും നിർത്തണ്ട. പക്ഷേ അതങ്ങനെ ബാഹ്യമായി നടക്കുമ്പോൾ തന്നെ ഉള്ളിലെ സ്ഥിതി എന്താ? ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണ്? ഹൃദയം ലോകത്തിലേക്കാണോ ചാഞ്ഞിരിക്കുന്നത്, ദൈവത്തിങ്കിലേക്കാണോ? ലോകത്തിലേക്ക് ഹൃദയം ചാഞ്ഞിരിക്കുന്നവരെ വളരെ ഒരു ചീത്തപ്പേര് വിളിച്ചിട്ടുണ്ട് യാക്കോബ്. പറയാൻ തന്നെ പേടിയാ, എല്ലാവർക്കും അറിയാൻ വാക്കല്ലേ. യാക്കോബ് 4:4 ലോകത്തെ സ്നേഹിക്കുന്നവരെ മോശമായൊരു പേര് വിളിച്ചിട്ടുണ്ട് യാക്കോബ്. വ്യഭിചാരിണികളായുള്ളവരെ, ഈ അഡൾട്ടറേഴ്സ്. എന്താ അവർ ചെയ്ത തെറ്റ്? അവർ ചെയ്ത തെറ്റ് ലോകത്തോട് അവരുടെ ഹൃദയം ചേർന്ന് പോയി. യോശുവ പറയാണ്, നിന്റെ ഹൃദയം അന്യദേവന്മാരോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നീ മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത് എന്ന് വരികിൽ, നിങ്ങൾ അന്യോന്യം ബഹുമാനം വാങ്ങിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത നിലയിലാണ് നിന്റെ ജീവിതമെങ്കിൽ ഈ ദൈവത്തെ സേവിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ ഈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം നമ്മുടെ അടുത്ത ആളാ, ദൈവം ക്ഷമിച്ചോളും നീ പറയുന്നത് വെറുതെയാ. ദൈവം നിന്നോട് ക്ഷമിക്കയില്ല. അനുദപിച്ചാൽ ദൈവം ക്ഷമിക്കുകയില്ലെന്നല്ല വാക്യത്തിൻ്റെ അർത്ഥം. അത് ദൈവം ക്ഷമിക്കും, എന്നാൽ ഈ പോക്ക് പോയാൽ ദൈവം ക്ഷമിക്കുകയില്ലെന്നാണ് പറഞ്ഞത്. സാരമില്ല, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇങ്ങനല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോയാൽ ദൈവം ക്ഷമിക്കയില്ലെന്ന് മാത്രമല്ല, ദൈവം നിന്നെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് അന്യദൈവങ്ങളെ നീക്കണം, യഹോവങ്കിലേക്ക് ഹൃദയം ചായ്ക്കണം. പിന്നെ അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയാണ്, ചുമ്മാ ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, ഒരു നിയമം ചെയ്യണം. സോളിഡായിട്ട് നീ ഒരു സ്റ്റെപ്പ് എടുക്കണം, നീ ഒരു നിയമം ചെയ്യണം, ഒരു കവനൻ്റ് ചെയ്യണം. എന്താ നിയമം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ യാതൊരു കാരണവശാലും അന്യദൈവങ്ങൾക്ക് സ്ഥാനം കൊടുക്കയില്ല. എൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞിരിക്കും. ഈ ദൈവത്തെ മാത്രം ഞാൻ സേവിക്കും, സ്നേഹിക്കും, ഭയപ്പെടും. ഞാനിതാ പരസ്യമായിട്ടൊരു തീരുമാനം, നിയമം ചെയ്യുന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ നിയമം ചെയ്യണം. അതിന് മുകളിൽ ഈ പറയുന്നതിന് 22-ാം വാക്യത്തിലുണ്ട്, നിങ്ങൾ തന്നെ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞാൽ, യു യുവർ സെൽഫ് ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ആർ സേയിങ്. നിങ്ങൾ പറയുന്നതിന് നിങ്ങൾ തന്നെ ഉത്തരവാദികളാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരവാദികളാണ്. ചുമ്മാ പറയല്ലേ, പറയുന്ന വാക്കിന് നിങ്ങൾ വില കൊടുക്കണം, അതിന് നിങ്ങൾ കണക്ക് കൊടുക്കണം. എന്നിട്ട് പറയാണ്, ഒരു നിയമം ചെയ്യണം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദാനിയേൽ ചെയ്തൊരു നിയമം എന്നല്ല അവിടുത്തെ വാക്ക്, ഒരു ഡിറ്റർമിനേഷൻ്റെ കാര്യം പറയുന്നുണ്ട്, ഉറച്ച തീരുമാനം. എന്താ ദാനിയേൽ ചെയ്തത്? രാജാവിൻ്റെ ഭോജനം കൊണ്ട് എന്നെ തന്നെ മലിനമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. He was determined in his heart that he will not defile himself. യോബ് 31:1 യോബ് ചെയ്തൊരു നിയമത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു, ഇനി ഒരു കന്യകയെ
തെറ്റായ ലക്ഷ്യത്തോടെ ഞാൻ നോക്കുന്നത് എന്താ? അതാ നിയമമെന്ന് പറഞ്ഞാൽ. നിയമമെന്ന് പറഞ്ഞാൽ കേവലം വാഗൊണ്ട് പറയുകയല്ല. നിയമമെന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു ചുവടെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നോട്ടം, എൻ്റെ ഭക്ഷണം, എന്നെ അശുദ്ധമാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യുകയില്ല. ഈ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. അഥവാ ഇനി എന്തെങ്കിലും കുറവുകൾ ജീവിതത്തിൽ വന്നുപോയാൽ അതാത് സമയത്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമപ്പെടുത്തി ഞാൻ മുമ്പോട്ട് പോകും. ഈ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ്റെ മഹത്വം ഞാൻ എടുക്കയില്ല, അവൻ്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കയില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ പണത്തെയോ സ്ഥാനത്തെയോ വീടിനെയോ കുടുംബത്തെയോ ഒന്നും ഞാൻ പ്രതിഷ്ഠിക്കയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഈ ദൈവത്തെ ഞാൻ സേവിക്കും. അതിന് ഞങ്ങളിതാ ഒരു നിയമം ചെയ്യുന്നു. ചുമ്മാ വാഗൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയല്ല, ഇതാ നിയമം ചെയ്യാൻ ഇന്ന് സോളിഡായിട്ടൊരു നിയമം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമുക്കും അങ്ങനെ ഒരു നിയമം, നമ്മൾ നിയമം ചെയ്യുന്നത് ദൈവത്തോടാണ്, വേറെ ആരോടുമല്ല, കൺവെൻഷൻ കമ്മിറ്റിക്കാരോടല്ല. അവരവരാണ് നിയമം ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണെന്നാണ് പറയുന്നത്. പക്ഷേ അന്യദൈവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചിരിക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും ഇടപാടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞിട്ടുണ്ടോ? അതോ എൻ്റെ ഭക്തി വാക്കുകളിലേ ഉള്ളൂ, പുറമേ ഉള്ളൂ, പ്രൊഫഷനേ ഉള്ളൂ, അതോ പ്രാക്ടീസ് ഉണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ ഒരു നിയമം ചെയ്യുന്നു. ദൈവമുമ്പിൽ എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റുപറയുന്നു. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തി ഞാൻ മുമ്പോട്ട് പോകും. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ തീരുമാനമെടുത്താൽ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതിനോട് ചേർന്ന് ചുമ്മാ വാഗൊണ്ട് പറയുകയല്ല, അർത്ഥമാക്കി ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഞങ്ങളും യഹോവയെ സേവിക്കുമെന്ന് തീരുമാനം ചെയ്ത് നമുക്കിവിടുന്ന് പോകാനെത്താൽ നമ്മുടെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വചനം സൂക്ഷിച്ച ബഹുമാനപ്പെട്ട കർത്തദാസൻ ജോൺ ഗ്രീനുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്ന് രണ്ട് വിഷയം കൂടി ഞാൻ അറിയിക്കട്ടെ. നമ്മോടൊപ്പം കഴിഞ്ഞ ഇന്നലെ വരെ രാത്രിയിൽ ആക്റ്റീവായി ശുശ്രൂഷ ചെയ്തിരുന്ന സഹോദരൻ TN തോമസ് എരുമക്കാട് ഇന്നലെ രാത്രിയിൽ സൗഖ്യമില്ലാതെ ഇൻഫെക്ഷനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അത് തനിയാണ് പാർക്കുന്നത്. അതുകൊണ്ട് സഹോദരനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയ ചാണ്ടപ്പിള്ള സഹോദരൻ മകൾക്ക് വേണ്ടത്ര സൗഖ്യമില്ല. താൻ ഒരുപക്ഷേ ഇന്ന് കാണുമെന്ന് സംശയം പറഞ്ഞു. എന്നാൽ ദൈവം കൊടുത്ത ശാന്തമായ അന്തരീക്ഷ ദൈവത്തെ സ്തുതിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുടെ ഒന്ന് രണ്ട് വാക്കുകളോട് പറയുവാനുണ്ട്. നാം അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞു, ഈ TK റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ്, ആ റോഡിന് വീതി കൂട്ടുവാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള വീട്ടിലെ ഒരു സഹോദരൻ, ഈസ് ഫ്രം മാർത്തോമ ബാക്ക്ഗ്രൗണ്ട്, നേരത്തെ ബ്രദറിൽ കൂടിയ ആളാണ്. എന്നാൽ പിന്നീട് മാർത്തോമ സഭയിലേക്ക് പോയി. കുഞ്ഞുട്ടിച്ചാൻ എന്നാണ് പേര്. ഈസ് 97 years old. 12 സെൻറ്റോളം സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. ബ്രദറുകാരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി 12 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി തന്നു. ആ സഹോദരനോടും മക്കളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സുവിശേഷന്മാർ വന്ന് പാർത്തപ്പോൾ അവർക്ക് കിടക്കുവാൻ നമുക്ക് ആവശ്യമായ ബെഡോ മാട്രസോ ഉണ്ടായിരുന്നില്ല. അവർക്കാവശ്യമായ മാട്രസ്, പില്ലോ കവറൊക്കെ തന്ന് നമ്മളെ സഹായിച്ചത് SPS ട്രസ്റ്റാണ്. പുത്തൻകാവിലെ ക്യാമ്പ് സെൻറ്ററിൽ നിന്ന് അവർക്കാവശ്യമായ മാട്രസ് കൊണ്ടുവരാൻ അവർ സഹകരിച്ചു. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇപ്പോൾ കേട്ടല്ലോ, നമ്മുടെ ബ്രദറൻ പ്രസ്ഥാനം ഈ സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ട് 124 വർഷം കഴിയുന്നു. ഈ വർഷം, അതായത് 2024 മാർച്ച് 29 അതിൻ്റെ 125th year. 125 വർഷം ദൈവം നടത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരൊക്കെ എന്നോട് പറഞ്ഞ് നമുക്കൊരു പ്രത്യേക സമ്മേളനം കൂടണം. അതിനെപ്പറ്റിയുള്ള ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ KM മാമൻ സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ ടീം ഒരു സമാപന ഗാനം പാടും. തുടർന്ന് ബഹുമാനപ്പെട്ട OM ശമീർ സാറ് ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം ഭക്ഷണത്തിനായിട്ട് നാം മെസ്സുകൾ കൂടുന്നതാണ്.
ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾ 3 സഹോദരന്മാരുടെ ശരീരസൗഖ്യമില്ലായ്മ, പ്രിയ ചാണ്ടപ്പിള്ള സഹോദരൻ്റെ മകൾക്ക് സൗഖ്യമില്ലാതെ ഇരിക്കുന്നു. നമ്മുടെ സാമുവേൽ സഹോദരൻ TN തോമസ്, ഇവരെ ഓർത്ത് ആദ്യമായി പ്രാർത്ഥിക്കാം. ഞാൻ ഒരു വാക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പം ഡീവിയേറ്റ് ചെയ്ത് പറഞ്ഞുകൊള്ളട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് 118ാമത് കൺവെൻഷനിൽ ആരാധിക്കുന്ന എത്ര മനോഹരവും രമ്യവുമാണ്. വളരെ എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ. ഈ വാർദ്ധക്യത്തിലും കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ എളിയവനായ എനിക്കും കുടുംബത്തിനും ഇടയാക്കി. ആ സന്തോഷത്തോടു കൂടി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇങ്ങനെ ഈ 118ാമത് ജനറൽ കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ ഇത്രയും ആളുകൾക്ക് ദേശത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന് ഒക്കെയും കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും കർത്താവ് ഇടയാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര മനോഹരവും എത്ര രമ്യവുമായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനും നിത്യനുമായ പിതാവേ, നിൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ 118ാമത് കൺവെൻഷനിൽ കടന്നു വരുവാനും സംബന്ധിക്കുവാനും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ഇടയാക്കി. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും പറയുവാനില്ല. എല്ലാം ഞങ്ങളുടെ കർത്താവ് അറിയുന്നു. എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിത്തരുന്ന കർത്താവ് ഞങ്ങളുടെ മുൻപേ ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് അനേകവട്ടം വായിച്ചിട്ടുള്ളതാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളത്. എന്നാൽ അതിൻ്റെ അക്ഷരികമായിരിക്കുന്ന ചിന്തകൾ മാത്രമേ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുള്ളൂ. ഞങ്ങൾ വിട്ടുപിരിയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവത്തെ സേവിക്കുന്നതിന് കുറവുണ്ടോ, യഥാർത്ഥമായിരിക്കുന്നത് ഞങ്ങളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കർത്താവിന് കഴിയും. അത് ഞങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം വരുന്ന ദിവസം കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നീ തന്നിരിക്കുന്ന വിലയേറിയ ദിവസങ്ങൾ, ആയുസ് ഒക്കെയും നിനക്ക് വേണ്ടി ചെലവഴിപ്പാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷന് ഇങ്ങനെ സന്തോഷകരമായി, വളരെ രമ്യമായി, മനോഹരമായി തീർക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഞങ്ങൾ എത്രയോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവർ ഈ കർത്താവിനെ സേവിച്ച് ഉണ്മയായി സേവിച്ചതുകൊണ്ട് ഇത് തുടർന്നു പോകുവാൻ കർത്താവ് ഇടയാക്കി. ഈ ദേശത്തോടും ഞങ്ങളുടെ എല്ലാ ദേശങ്ങളോടും നീ കൃപ കാണിച്ച് നിൻ്റെ ഒരു ശേഷിപ്പിനെ അങ്ങനെയായി നീ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഏലിയാവിനോട് പറഞ്ഞു, നീ അറിയാത്ത ആയിരങ്ങൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത്. കർത്താവ്, എത്രയോ കഷ്ടപ്പെട്ട് കർത്താവിന് വേല ചെയ്യുന്നവരുണ്ട്. അവർക്ക് സുവിശേഷം പറയുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുന്നവരായിട്ട് ദൈവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അവരൊക്കെയും നിത്യതയുടെ സന്തോഷത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഞങ്ങളെ ഇന്ന് ഇവിടെ കൂട്ടിവരുത്തുവാൻ നിനക്ക് പ്രസാദം തോന്നി. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രായമായുള്ളവരെയും നീ പരിപാലിച്ചു. ഞങ്ങളിപ്പോഴേ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർക്കുന്നത് ഞങ്ങളുടെ പ്രിയ TM സഹോദരൻ, എർമക്കാട്ടുള്ള സഹോദരൻ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തനിക്ക് ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളെ മാറ്റിക്കൊടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ഈ അവസാനത്തെ ദിവസം തനിക്ക് ഇവിടെ കടന്നു വരുവാൻ സാധിച്ചല്ലോ എന്നുള്ള ദുഃഖം തനിക്ക് ധാരാളമായിട്ടുണ്ട്. ഞങ്ങൾക്കുണ്ട്. കർത്താവെ, ഏറ്റവും വേഗം നിൻ്റെ ദാസന് കൃപ നൽകി സൗഖ്യം നൽകി സഹായിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ചാണ്ടപ്പിള്ളയുടെ മകൾക്ക് വേണ്ടമുള്ള സൗഖ്യമില്ലെന്നുള്ള കർത്താവ് അറിയുന്നുണ്ട്, ഞങ്ങളും അറിയുന്നുണ്ട്. എൻ്റെ ആ മകൾക്ക് ഏറ്റവും വേഗം സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണം. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അത് നിങ്ങൾ അറിയേണ്ടതിന് ഇന്ന് അത് ചെയ്യുമെന്ന് മോശ പറഞ്ഞതുപോലെ കർത്താവേ, നിനക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിനക്ക് സൗഖ്യം ദൂരെ നിന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരിയെ നിൻ്റെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രായമായിരിക്കുന്ന സാമുവേൽ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ ഇന്നിവിടെ വന്നു ചേരുവാൻ തക്കവണ്ണം തന്നെ ബലപ്പെടുത്തി തൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയും എല്ലാം നീ അറിയുന്നില്ല കർത്താവേ. നീ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ സമാധാനത്തോട് പറഞ്ഞയക്കണം. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങൾ പല ഭവനങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാനുള്ള കൃപ ലഭിച്ചു. അതിനുള്ള നീ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ മടങ്ങിപ്പോയി കർത്താവിനെ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച്
സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. വരുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എവിടെയൊക്കെ വെച്ച് കർത്താവ് ഞങ്ങൾക്ക് പരസ്പരം കാണുവാൻ സാധിക്കുമെന്ന്. എന്നാൽ ഞങ്ങൾക്ക് വാസ്തവമായി ഒരു നിശ്ചയമുണ്ട്, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കാണും. ഈ വലിയ സംഗമം ഞങ്ങൾക്ക് വീണ്ടും തരുവാൻ പോകുകയാണ്. അത് സ്വർഗത്തിൽ വെച്ചാണ്. കർത്താവിൻ്റെ ഗംഭീരനാദത്തിന് ശബ്ദം കേൾക്കുവാൻ കാതോർത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അതുവരെ നിൻ്റെ കൃപയിൽ വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളിൽ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളെ കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ ഒന്നിച്ച് നിൻ്റെ പാദത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങൾ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവിൻ്റെ ദിവ്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കൃപയോട് കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ഒരു പാട്ട് പാടിയതിനു ശേഷം ബഹുമാനായിട്ട് OM സാമുവൽ സാറ് ആശീർവാദം പറയുന്നതായിരിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനി. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തഞ്ജനത്തിൻ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിനു കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനി. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ആശീർവാദത്തിനായിട്ട് നമ്മുടെ തലകളെ ഉണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഭക്ഷണത്തിനായി പ്രിയ ചാൾസ് ജോൺ സഹോദരൻ മുന്നോട്ട് കടന്ന് സ്തോത്രം ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ അൻപുള്ള പിതാവേ, ഇതുവരെയും ഞങ്ങളെ സഹായിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നു, അതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഭൗമികമായി നൽകിയിരിക്കുന്ന ആഹാരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് ബലപ്പെട്ട് അവിടുത്തെ നാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ യേശുക്രിസ്തു മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ.